എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു ഉണർവ് അല്ലെ, ഒരു റിവൈവലൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് പലരും. നമ്മൾ പലരും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരുമാണ് അല്ലെ. എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ കുറച്ച് ആൾക്കാരെങ്കിലും ഒക്കെ, ചിലരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുമാണ്. അപ്പോ ദൈവത്തിന് മനുഷ്യവർഗത്തെ എന്ന് സ്പിരിച്വലി ഉണർത്തണമെന്നും അല്ലെ, റിവൈവ് ചെയ്യണമെന്നും ഒക്കെ വളരെയധികം ആഗ്രഹമുള്ള വ്യക്തിയാണ് ദൈവം. അതിനാണല്ലോ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ അല്ലെ. അപ്പൊ നമ്മള് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, മനുഷ്യന്റെ ദൈവത്തിന്റെ ആ ഗ്യാപ്പിൽ നിന്നുകൊണ്ട് അല്ലെ, ദൈവത്തിന്റെ ആ വലിയൊരു മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ആ ഗ്യാപ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുവാണെങ്കിൽ, ദൈവം വലിയൊരു ഉണർവിനെ അല്ലെ നമ്മുടെ ഭാരതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് എല്ലാം അയക്കാൻ പെടുന്നു. അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. നമുക്കിന്ന് കൊർന്നേലിയസിന്റെ ജീവിതത്തിലേക്ക് പോകാം അല്ലെ. ഒരു ശതാധിപനായിരുന്ന കൊർന്നേലിയസ് അല്ലെ, യൂതനൊന്നും ആയിരുന്നില്ല അല്ലെ, ഒരു റോമൻ സിറ്റിസൺ ആയിരുന്ന കൊർന്നേലിയസ് സത്യ ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞ വ്യക്തിയല്ല, പക്ഷെ എന്നാലും ദൈവമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അല്ലെ, ദൈവത്തെ ഏത് ദൈവമാണെന്ന് അറിയാതെ പോലും, യേശുവിനെ അറിയത്തില്ല എന്ന് അദ്ദേഹത്തിന്, പക്ഷെ എന്നിട്ട് പോലും താൻ അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് കൊർന്നേലിയസ്. ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി കൊടുത്ത ഒരു വ്യക്തിയാണ് കൊർന്നേലിയസ്. അദ്ദേഹം വഴി ദൈവം ഒരു വലിയൊരു ഉണർവ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് വന്നു അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. ഹല്ലേലൂയ ഫാദർ ഗോഡ്, ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ് യു കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, ഞങ്ങളെ സ്പിരിച്വൽ കണ്ണുകളെ തുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന ദൈവം പിതാവേ, താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ ഗോഡ്. അങ്ങ് ഈ ലോകത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചത് കൊണ്ട് കർത്താവ്, പാവമായി തീർന്നത് കൊണ്ട് കർത്താവ്, ലോർഡ് ഫാദർ, ഞങ്ങൾ ഇന്ന് മരണത്തിന്റെ പിടിയിലല്ല കർത്താവ്. ഞങ്ങൾക്ക് ഇന്ന് ജീവനുണ്ട്, ജീവിതമുണ്ട് കർത്താവ്. അങ്ങയുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് വെളിച്ചമുണ്ട് കർത്താവ്. ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു കാലത്ത് മുഴുവൻ ഇരുട്ടായിരുന്നു. ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മൊത്തം ഇരുട്ടായിരുന്നു കർത്താവ്, പുറത്തും ഇരുട്ടായിരുന്നു. പക്ഷെ കർത്താവ്, ഇന്ന് ഞങ്ങൾ വെളിച്ചമാണ്. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ആ ഒരു ജീവൻ തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളെ ഉണർവാക്കി മാറ്റണമെന്ന് അപേക്ഷിക്കുന്നു, റിവൈവലാക്കി മാറ്റണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ വഴിയിൽ റിവൈവൽ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോകാം. 10ാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ചാപ്റ്ററാണ്. എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കഥയാണ് അല്ലെ. അപ്പോസ്തല പ്രവൃത്തിയുടെ 10ാമത്തെ ചാപ്റ്ററിന് 1 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ വായിക്കാം. ഇത് കംപ്ലീറ്റ് ചാപ്റ്റർ വായിക്കേണ്ടതാണ്, പക്ഷേ സമയമില്ല അല്ലെ. അപ്പൊ 1 തൊട്ട് 8 വരെ വായിച്ചിട്ട് ആ 8ാമത്തെ വാക്കുകൂടി നിർത്തോടെ പിന്നെ പറഞ്ഞു പോകുമ്പോൾ ഇടയ്ക്ക് 1-2 വാക്കുകൂടെ വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: കൈസരിയയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയസ് എന്നു പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടു കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണിനേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ട് കൊർന്നേലിയസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന പേരുള്ള ശീമോനെ വരുത്തുക. അവൻ കൊല്ലനായ ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്ത് ആകുന്നു എന്ന് പറഞ്ഞ് അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകല വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. അപ്പൊ കൊർന്നേലിയസിന്റെ കാര്യം അറിയാം. സൈമൺ പീറ്ററിന് ഇതിന് ശേഷം ഉള്ള ട്രാൻസ് അല്ല, ഒരു വിഷനെ പറ്റിയുള്ള കാര്യമെല്ലാം നമ്മൾക്ക് വളരെയധികം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ കൊർന്നേലിയസ് എന്ന് പറഞ്ഞാല് ഇറ്റാലിയൻ റെജിം അല്ലെ, അതിന്റെ സെഞ്ചുറിയൻ ആയിരുന്നു, ശതാധിപനായിരുന്നു. ഇറ്റാലിക്ക എന്ന പട്ടാളത്തിൽ അല്ലെ, റോമൻസ് ആയിരുന്നല്ലോ ആ സമയത്ത് ഇസ്രയേൽ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ റോമൻസില് അവരുടെ ഇറ്റാലിക്ക എന്ന പട്ടാളത്തിൽ എന്ത് പറഞ്ഞു, ഒരു ശതാധിപനായിരുന്നു അദ്ദേഹം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജൂതനൊന്നുമല്ല എന്ന് ചുരുക്കം അല്ലെ. ജീവിക്കുന്ന ദൈവത്തെ പറ്റി, യഹോവയെ പറ്റി അറിയാവുന്ന വ്യക്തിയൊന്നുമല്ല. ഏതോ ഒരു ദൈവത്തെ പ്രാർത്ഥിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാമായിരുന്നു, ദൈവം ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയാമായിരുന്നു
അല്ലെ. ദൈവത്തിന് നന്ദി കൊടുക്കണം എന്നുള്ള കാര്യം അറിയാമായിരുന്നു, പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം അറിയാമായിരുന്നു അല്ലെ. ദൈവത്തോട് വിശ്വസ്തനായിരുന്നു അല്ലെ. അദ്ദേഹം തനിക്ക് കിട്ടിയിരിക്കുന്ന സകല നന്മയെ ഓർത്തുന്ന നന്ദി പറയുന്ന ദൈവമായിരുന്നു അല്ലെ. അത് ദൈവത്തിലേക്കാണ് പോയത്, യഹോവയുടെ സന്നിധിയിലേക്കാണ് പോയത് അല്ലെ. താൻ അറിഞ്ഞ ആ സത്യത്തെ, ദൈവം ഉണ്ടെന്നുള്ള സത്യത്തെ, ദൈവമാണ് തനിക്ക് സകലം തരുന്നുള്ള സത്യത്തെ അല്ലെ, ദൈവം എന്നും കൂടെ ഉണ്ടെന്നുള്ള ഒരു സത്യത്തെ അദ്ദേഹം മുറുകെ പിടിക്കുകയും അദ്ദേഹത്തിന്റെ മനസ്സിൽ വെക്കുക തന്നെയല്ല ചെയ്തത്. പിന്നെന്ത് പറഞ്ഞു? തന്റെ ഗൃഹത്തോടും പറഞ്ഞു, തന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളോടും പറഞ്ഞു, കുട്ടികളോടും ഭാര്യയോടും സഹോദരങ്ങളോടും അല്ലെ, കൂട്ടാളികളോടും എല്ലാം അദ്ദേഹം പറയുകയും ചെയ്തു. അവരെയും കൂടെ ദൈവത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വ്യക്തി അല്ലെ, വളരെയധികം വിശ്വസ്തനായുള്ള വ്യക്തി അല്ലെ. യേശുവാണ് ദൈവമെന്നൊന്നും അറിയത്തില്ല, യഹോവ ആരാണെന്നുള്ള കാര്യം അറിയത്തില്ല, ന്യായപ്രമാണം വായിച്ചിട്ടില്ല അല്ലെ, ഫാരിസി അല്ല, സാദൂസി അല്ല, എന്താ പറയാ, പരീശന്മാരുമല്ല, ശാസ്ത്രിമാരുമല്ല, ന്യായപ്രമാണത്തിൽ ഒരു അറിവുമില്ല, ഒന്നുമില്ല അല്ലെ. അങ്ങനെ ഉള്ള ഒരു വ്യക്തി എന്നിട്ടും ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ, പ്രാർത്ഥിക്കുന്ന വ്യക്തി, ദൈവത്തിന്റെ മനസ്സറിഞ്ഞ വ്യക്തി, പാവപ്പെട്ടവരായ മനുഷ്യർക്ക് കൊടുക്കണം അല്ലെ, കൊടുക്കണം എന്നുള്ള ഒരു അറിവുള്ള വ്യക്തി. അതാണ് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ദൈവത്തെ ശരിക്കും പറഞ്ഞ് അറിയാവുന്ന, ദൈവത്തിന്റെ ഹൃദയം അറിയാവുന്ന വ്യക്തി അല്ലെ. ദൈവത്തിന്റെ പേര് യേശുക്രിസ്തു, യേശു മസിയാന്ന് അല്ലെ, ക്രിയേറ്റർ ഗോഡിന്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും ദൈവത്തെ അറിയാവുന്ന വ്യക്തി. ആ സമയത്ത് ഒരു കാലം ഒന്ന് ഓർത്തു നോക്കിയേ. എന്താ പറഞ്ഞെ, ഒരുപാട് ഫാരിസിമാരും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ന്യായപ്രമാണം മൊത്തം അരച്ച് കലക്കി കുടിച്ച് അതിൽ വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്ന വ്യക്തികള് യേശുക്രിസ്തു ആരെന്നറിയുക, യേശു ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ചാണ് സകല വിധത്തിലുള്ള എന്താ പറയുക മിറക്കിൾസും ചെയ്ത്, ഹീലിംഗും ചെയ്ത്, ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, പിന്നെ ജൈറസിന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത്, കണ്ണ് കാണാത്ത വയ്യാത്ത വ്യക്തിക്ക് കാഴ്ച കൊടുക്കുന്നു, ലെപ്രസി ഉണ്ടായിരുന്നവരെ ഹീൽ ചെയ്യുന്നു, അങ്ങനെ സകല വിധത്തിലുള്ള കാര്യം ചെയ്തിട്ട് അവർക്ക് യേശു ആരാന്ന് പോലും ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ, പ്രോഫറ്റുമാരും ലോയും എല്ലാം കയ്യിലുണ്ടായിട്ട് എല്ലാം വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ വെച്ചിട്ടാണ് ഈ വ്യക്തി അല്ലെ, കൊർന്നേലിയസ് എന്നുള്ള ഒരു ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി അല്ലെ, ജൂതനും ജാതിയുമാണെങ്കിൽ ജാതിയിൽപ്പെട്ട ഒരു ജെന്റൈലായിട്ടുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തോട് ഇത്രമാത്രം സ്നേഹം അല്ലെ. അപ്പൊ നമുക്കറിയാം, ദൈവം മനുഷ്യന്റെ ഹൃദയം കാണുന്നവൾ. ദൈവം ഈ വ്യക്തിയുടെ ഹൃദയം കണ്ടിരിക്കും, താൻ അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ച വ്യക്തി അല്ലെ. അതോടൊപ്പം തന്നെ തന്നെ ഒരുപാട് താഴ്ത്തിയ ഒരു വ്യക്തി, ശതാധിപനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് വെച്ചാൽ സെഞ്ചൂറിയൻ എന്ന് പറയുമ്പോൾ റോമൻ പട്ടാളത്തിൽ വലിയൊരു വ്യക്തി അല്ലെ, ക്യാപ്റ്റൻ അല്ലെ. അപ്പോ വലിയൊരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി, പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഒരു താഴ്മയൊക്കെ അല്ലേ. അപ്പൊ ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 9 മണി നേരം എന്ന് പറയുമ്പോ 3 മണി നമ്മളുടെ സമയം അനുസരിച്ച് 3 മണി ഈവനിങ്ങിൽ അല്ലെ. അപ്പൊ ആ 3 മണി സമയത്ത് ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്കൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തി അല്ലെ, പ്രാർത്ഥനയ്ക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തോട് ദൈവം പറയുന്നു, നീ എന്താ പറയുക, ഏഞ്ചലിനെ അയച്ചിട്ട് പറയുന്നു, നീ ശീമോൻ പത്രോസിന് ആള് വിടുക എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കി, ദൈവം ഈ ലോകത്തിലേക്ക് നോക്കുമ്പോ ഇന്നും ദൈവം നോക്കും അല്ലെ. എത്ര പേരുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി, എത്ര പേരുണ്ട് ആ ഗ്യാപ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിനോട് സംസാരിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ എത്ര പേരുണ്ട്. തനിക്ക് എന്താ പറയുക, ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന ശൈലി തീർച്ചയായിട്ടും എന്താ പറയുക, എനിക്ക് കുറേയും കൂടെ സ്വത്ത് തരണം, എനിക്ക് കുറേയും കൂടെ പ്രൊമോഷൻ കിട്ടണം, അങ്ങനത്തെ ഒരു പ്രാർത്ഥന ശൈലി ഒന്നും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അല്ലെ ദൈവം കൊണ്ടുവന്ന ഒരു പ്രവൃത്തി, ഒരു വലിയ പ്രവൃത്തി, അദ്ദേഹത്തെ ഒരു റിവൈവലിനായിട്ട് ഉപയോഗിച്ച കാഴ്ച നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇദ്ദേഹം റോമൻ സിറ്റിസൺ ആണ്, ശീമോൻ പത്രോസ് എന്ന് പറഞ്ഞ ജൂതനാണ് അല്ലെ. രണ്ടുപേരും അവര് രണ്ടുപേർക്കും ഉള്ള പ്രശ്നത്തെ പറ്റിയല്ല പറയുന്നത്. റോമൻസ് അന്ന് ജൂതന്മാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിച്ചോണം അല്ലെ. ഇസ്രായേൽ എന്ന് ജൂതന്മാരല്ല ഭരിക്കുന്ന, റോമൻസിന്റെ കീഴിലാണെന്ന് വിചാരിച്ചത്. അപ്പൊ ഒന്നാമത് തന്നെ ജൂതനും റോമൻസും തമ്മില് നല്ല ശത്രുതയിലുള്ള സമയത്ത്, പിന്നെ ജൂതന്മാരെ പറ്റി അറിയാലോ, അവർക്ക് ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെറുപ്പാണ് അല്ലെ. അവർക്ക് താല്പര്യമല്ല, അവർക്ക് അവരുടെ ഒരു എന്താ പറയുക,
നിഷിദ്ധമായിട്ടുള്ളൊരു ജാതികൾ എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായിട്ടുള്ള കാര്യം. ഉദാഹരണമായിട്ട് പറയുവാണെങ്കില് സമരിയക്കാരെന്ന് പറയുമ്പോ ആഹ് ആഹ് ജാതിയും പിന്നെ ജൂതനും കൂടി ഒരു 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 ഇന്റർമിക്സ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടരാണെങ്കിൽ പോലും എന്നാലും അവർക്ക് എന്താ പറയാ ജൂതന്മാര് ഒരു ഹാഫ് ജൂതന്മാരൊക്കെ ആണെങ്കിൽ പോലും ജൂതന്മാർ ഒരിക്കൽ പോലും ഈ സമരിയക്കാരെ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അവര് ജൂതന്മാർക്ക് സമരിയക്കാരെ നിഷിദ്ധമായിരുന്നു. പിന്നെ അതിനേക്കാളും അപ്പൊ എത്രമാത്രം നിഷിദ്ധമായിരിക്കണം റോമൻസ് എന്ന് പറയുമ്പോൾ അല്ലെ. അങ്ങനെ ഒരു അവസ്ഥ നിലനിന്നിരുന്ന ഒരു സമയത്ത് അല്ലെ, ഒരു ശത്രുത, ഒരു മാനസികമായ സ്പിരിച്വൽ ആയിട്ടൊരു ശത്രുത നിലനിന്നിരുന്ന സമയത്താണ് ദൈവം ആളെ വിടുന്നത് അല്ലെ. എന്താ പറയണ്ടേ, ഏഞ്ചലിനെ വിട്ട് കൊർന്നേലിയസിന് പറയുന്നത്, നീ ശീമോൻ പത്രോസിനെ ആളെ വിട്ട് വിളിപ്പിക്കുക ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം അന്ന് ആ സമയത്ത് ജെന്റൈൽസിന്റെ ഇടയിലേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് അധികം എത്താത്ത ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സമരയിലേക്കൊക്കെ ഫിലിപ്പ് അല്ലെ, ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പ് വഴിയൊക്കെ ദൈവം ഓൾറെഡി പ്രവൃത്തി തുടങ്ങി കഴിഞ്ഞിരുന്നു അല്ലെ. സമരയിൽ അദ്ദേഹം പ്രീച്ചിങ് ഒക്കെ നടത്തിയത് കൊണ്ട് അവിടെ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് പത്രോസും പീറ്ററും ജോണും ചെന്ന് എന്താ പറയാ അവരെ തലയിൽ കൈവച്ച് കഴിഞ്ഞപ്പോ ഹോളി സ്പിരിറ്റ് വരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഫിലിപ്പ് ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പ് തന്നെ ആ എത്യോപ്യൻ യൂനക്കിനെ ബാപ്റ്റിസം കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഹോളി സ്പിരിറ്റ് ഗോഡ് എന്താ പറയാ പെന്തക്കോസ്തിന്റെ ദിവസം വന്നപ്പോഴത്തെ അതുപോലത്തെ ഒരു എന്താ പറയാ ഒരു തന്റെ മഹത്വം അല്ലെ, മഹിമ വെളിപ്പെടുത്തുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വരവ് അത് ഒരിക്കൽ പോലും നടന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ആ ഒരു എന്താ പറയാ ജാതികളുടെ ഇടയിലേക്ക് ദൈവം ആ ഹോളി സ്പിരിറ്റ് ഗോഡ് തന്റെ ശക്തി അല്ലെ, തന്റെ ഗിഫ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു റിവൈവൽ, ഒരു മാസീവ് റിവൈവൽ വരുന്നത് നമ്മൾ കാണുന്നില്ല. അന്ന് പെന്തക്കോസ്തിന്റെ ദിവസം പെന്തക്കോസ്ത് കഴിഞ്ഞപ്പോ ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന് എല്ലാവരും നിറച്ചു കഴിഞ്ഞപ്പോൾ 120 പേര് അല്ലെ, അന്ന് ആ മാളികമു നിലയിൽ ഉണ്ടായിരുന്ന റൂമിൽ ഉണ്ടായിരുന്ന 120 പേര് അപ്പോസ്തലന്മാരെ എല്ലാവരെയും നിറച്ചു കഴിഞ്ഞപ്പോ അതോടെ 3000 പേര് രക്ഷിക്കപ്പെട്ടു. പീറ്ററിന്റെയും മറ്റുള്ള അപ്പോസ്തലന്മാരുടെ സത്കാരം കൊണ്ട്. അത് ജൂതന്മാര് അല്ലെ, അവര് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിരുന്ന ഡിവോട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ അങ്ങനത്തെ ഒരു പ്രവൃത്തി ഹോളി സ്പിരിറ്റ് ഗോഡ് ഒരു ശക്തമായിട്ട് ജെന്റൈൽസിന്റെ ഇടയിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒന്ന് വിചാരിച്ചു നോക്കിയ, അങ്ങനെ നടക്കുന്നതിന് വേണ്ടി, അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ കൊർന്നേലിയസിനെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ് അല്ലെ. ഒരു വലിയൊരു റിവൈവലിന് വേണ്ടി അദ്ദേഹത്തെ കൊർന്നേലിയസിനെ ദൈവം ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ, താൻ വളരെയധികം വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താ പറയുക, കൊർന്നേലിയസ് വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് അല്ലെ. തനിക്ക് അറിഞ്ഞത് പകുതിയെ അറിഞ്ഞിട്ടുള്ളൂ, ആരാണ് ദൈവമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നിട്ട് പോലും അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരെയും കൂടെ, തന്റെ കുടുംബത്തിലുള്ളവരെയും തന്റെ കൂട്ടാളികളെയും കൂടെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടി കാണിച്ച ആ മനസ്സ് ഒരിക്കൽ പോലും മറന്നു കളയാൻ ദൈവം തയ്യാറായിരുന്നില്ല. അങ്ങനത്തെ ഒരു മനസ്സ് നമ്മളിലുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഹൃദയം നമ്മളിലുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. ദൈവം നോക്കുകയാണ് അല്ലെ. ദൈവം തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഹാർവസ്റ്റ് ഒരുപാടാണ്, കൊയ്ത്ത് വളരെയാണ്, പക്ഷെ ആൾക്കാരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസി ഉള്ള കിങ്ഡം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരില്ല അല്ലെ. ആളുകളാകുന്നതിന് മാത്രമേ ആൾക്കാരുള്ളൂ. കൊർന്നേലിയസ് ശതാധിപനാണ്, വലിയൊരു വ്യക്തിയാണ് അല്ലെ. അദ്ദേഹം ദൈവത്തെ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് എന്താ പറയുന്നത് ആംസ് കൊടുക്കുക എന്ന് പറയാം അല്ലെ. പാവപ്പെട്ട വ്യക്തികൾക്ക് ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അദ്ദേഹം ജനറസ് ആയിട്ട് കൊടുക്കുമ്പോ, വാരിക്കോരി കൊടുക്കുമ്പോ അദ്ദേഹം ഒരിക്കൽ പോലും തനിക്ക് വലിയവനാകണം എന്നുള്ളൊരു കാര്യത്തിനല്ല അദ്ദേഹം കൊടുത്തത്. തനിക്കൊരു പേര് വേണം എന്നുള്ള കാര്യത്തിനല്ല അദ്ദേഹം കൊടുത്തത്. താൻ ചെയ്യണം എന്ന് തനിക്ക് തന്നെ ബോധ്യമുള്ള കാര്യം അദ്ദേഹം ചെയ്യുമായിരുന്നു അല്ലെ. തനിക്കൊരു പേരിന് വേണ്ടി, തനിക്കൊരു പദവിക്ക് വേണ്ടിയല്ല കൊർന്നേലിയസ് ചെയ്തത്. ആ മനസ്സ് കണ്ട ദൈവം അല്ലെ. അപ്പൊ ദൈവം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ എഫേസ്യർക്ക് ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 2ാമത്തെ ചാപ്റ്ററിന്റെ 14 തൊട്ട് 17 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മുടെ സമാധാനം. യേശുക്രിസ്തുവിനെ പറ്റി പോള് പറയുക, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ജൂതന്മാരെ ജാതികളെ ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു സമാധാനം ഉണ്ടാക്കി അല്ലെ. ഒരു വാൾ ഓഫ് ഹോസ്റ്റിലിറ്റി ഉണ്ടായിരുന്നു അല്ലെ. ഒരു ശത്രുതയുടെ ഒരു വാൾ ഉണ്ടായിരുന്നു, ഒരു
ഒരു നടുച്ചോറുണ്ടായിരുന്നു അല്ലെ. ജാതികളുടെയും ജെന്റൈൽസിന്റെ ഇടയ്ക്ക് അല്ലെ, ജാതികളുടെയും സോറി, ജാതികളും ജെന്റൈൽസിന്റെ, ജാതികളുടെയും ദൂതന്മാരുടെ ഇടയ്ക്ക് അല്ലെ. അപ്പൊ അതിനെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് സമാധാനം ഉണ്ടാക്കി, ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാന് ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ തന്നെ. അപ്പൊ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുക എന്നൊരു കാര്യമാണ് ഇവിടെ കൊർന്നേലിയസിൽ കൂടെ ദൈവം എന്താ പറയാ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം പത്രോസിന് ദൈവം കൊടുത്ത എന്താ ആ ഒരു വിഷനെ പറ്റിയൊക്കെ നമുക്കറിയാം അല്ലെ. പത്രോസിന് ദൈവം പറയുന്നു, ഇത് ഞാൻ ക്ലീൻ ആക്കിയതിനെ പിന്നെ അൺക്ലീൻ ആയിട്ട് നിങ്ങൾ കാണരുതെന്ന് പറയുന്നു. അപ്പോൾ ആ വിഷനെല്ലാം കഴിഞ്ഞിട്ട്, ദൈവം കൊടുത്ത വിഷനെല്ലാം കഴിഞ്ഞിട്ട് പത്രോസ് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, കൊർന്നേലിയസിന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് കാണിക്കുന്ന ആ ഒരു താഴ്മ അല്ലെ. പത്രോസ് വെറുമൊരു മുക്കുവനായിരുന്നു എന്ന് നമുക്കറിയാം അല്ലെ. യേശുക്രിസ്തു പത്രോസിനെ അപ്പോസ്റ്റലനാക്കിയിരുന്നു. പക്ഷെ നമ്മൾ ഈ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഒരു സെഞ്ചൂറിയൻ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ റോമൻ സാമ്രാജ്യത്തിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പട്ടാളക്കാരുടെ അവരുടെ ഒരു സെഞ്ചൂറിയൻ എന്ന് വെച്ചാൽ അവരുടെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ കാഴ്ചപ്പാട് അത് വലിയൊരു കാര്യമാണ്, വലിയൊരു പദവിയാണ്, ഒരു അപ്പോസ്റ്റലിനെക്കാളും വലിയൊരു പദവിയാണ്. പക്ഷെ കൊർന്നേലിയസിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. സ്പിരിച്വൽ നോക്കുമ്പോൾ എന്താ പറയുക, ക്യാപ്റ്റന് ഒന്നുമല്ല, അപ്പോസ്റ്റലിനും വലിയൊരു പദവിയാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായിക്കൊണ്ട് പത്രോസ് തന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഓടിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുക, അദ്ദേഹത്തിന്റെ കാലിൽ വീണ് അദ്ദേഹത്തെ വർഷിപ്പ് എന്താ പറയാ ആരാധിക്കുകയും കൂടെ ചെയ്യുകയോ ചെയ്യുന്നു അല്ലെ. നമ്മളങ്ങനെ ചെയ്യരുത് അല്ലെ, മനുഷ്യരെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ കാര്യത്തെ പറ്റി അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു താഴ്മ അല്ലെ. അദ്ദേഹം ദൈവവുമായിട്ട് സന്തത സഹചാരിയായിട്ട് അല്ലെ ജീവിച്ചു പോകുമ്പോൾ, ദൈവമായിട്ട് അത്രയധികം അടുപ്പത്തിലായിരിക്കുമ്പോ തന്റെ ഹൃദയത്തിന് വളരെ താഴ്മ, അങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവം നോക്കുന്നു അല്ലെ. അങ്ങനെയുള്ള വ്യക്തികൾ ആണ് നമ്മളെങ്കിൽ ദൈവം തന്റെ ഒരു വലിയ ഒരു പ്രവർത്തിക്കായിട്ട് എന്താ പറയാ, ദൈവത്തിന്റെ ഒരു വലിയൊരു പ്രവർത്തിക്കായിട്ട് നമ്മളെ തന്നെ ചാനലായിട്ട് നമ്മൾ തന്നെ ദൈവത്തിന്റെ കൈകളിൽ കൊടുക്കുക. അതാണ് കൊർന്നേലിയസ് ചെയ്തത് അല്ലെ. മാളിക മുകളിൽ അന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ് വന്നതുപോലെ തന്നെ ഈ കൊർന്നേലിയസിന്റെ വീട്ടിൽ കൂടിയിരുന്ന അവരുടെ എന്താ പറയാ അവരിലേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് വരെയും അവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഒരു പുതിയ ഒരു തുടക്കം അല്ലെ, ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് എന്താ പെന്തക്കോസ്ത് നാൾ നടന്ന അതേപോലെ തന്നെ ഒരു വലിയൊരു മാനിഫെസ്റ്റേഷൻ, ദൈവത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ അന്ന് ജൂതന്മാരുടെ ഇടയ്ക്ക് നടന്ന അതേ കാര്യം കൊണ്ടുവരാൻ വേണ്ടി അല്ലെ, ജെന്റൈൽസിന്റെ ഇടയിലേക്ക്, ജാതികളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊർന്നേലിയസ് ഒരു പാത്രമായി തീർന്നു അല്ലെ. അപ്പൊ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തന്നെ താഴ്ത്താനും അല്ലെ, നമ്മൾ ലാഭമോഹങ്ങളൊന്നും ഇല്ലാതെ ദൈവത്തിന് വേണ്ടി, ദൈവത്തെ ഇഷ്ടപ്പെടുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും അല്ലെ. കൊർന്നേലിയസിനെ സംബന്ധിച്ചിടത്തോളം ദൈവമായിരുന്നു കൊർന്നേലിയസിന്റെ ജീവിതം അല്ലെ. അതുകൊണ്ടാണല്ലോ ഇത്രമധികം അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനും എന്താ പറയാ മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം വന്നു. എന്താ പറയാ, കൊർന്നേലിയസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ജീവിതത്തിന്റെ പാർട്ട് ആയിരുന്നില്ല അല്ലെ. നമ്മളെ പലരെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടാണ്, നിത്യജീവിതത്തിന്റെ പാർട്ട് മാത്രമാണ്. പക്ഷെ കൊർന്നേലിയസിന് അങ്ങനെ ആയിരുന്നില്ല, ദൈവമായിരുന്നു ജീവിതം അല്ലെ. ദൈവം നമ്മളുടെ ജീവിതം ആയി മാറുകയാണെങ്കിൽ അല്ലെ, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ വിളിയെ, നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യത്തെ കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും അല്ലെ റിവൈവൽ കൊണ്ടുവരാൻ ദൈവം നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും അല്ലെ. നമുക്ക് സ്വാർത്ഥമോഹങ്ങൾ പാടില്ല, നമുക്ക് ലാഭമോഹങ്ങളൊന്നും പാടില്ല. ദൈവത്തിന് വേണ്ടി, ദൈവം പറയുന്നത് ചെയ്യാൻ വേണ്ടി അല്ലെ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ വളരെയധികം ആൾക്കാർ ഇല്ലല്ലോ, അതെപ്പോഴും മനസ്സിലാക്കും അല്ലെ. അധികം ആൾക്കാരില്ലാത്ത ഒരു ഫീൽഡാണ് ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറയാം. അധികം ആൾക്കാരില്ല വർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇങ്ങനെ കൊർന്നേലിയസിനെ പോലെയൊക്കെ ഒരു കാര്യം കൂടെ പറയട്ടെ കൊർന്നേലിയസിനെ പറ്റി, അദ്ദേഹത്തിന്റെ ഉള്ളിൽ അന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ടായിരുന്നില്ല അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ടായിട്ടും കൂടെ എത്ര പേരുണ്ട് അല്ലെ ഈ കൊർന്നേലിയസിനെ പോലെയൊക്കെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ താല്പര്യപ്പെടുന്നവർ അല്ലെ. ഒരിക്കലും എന്താ പറയുക, യഹോവയെ പറ്റി അറിയാത്ത, ജീവിക്കുന്ന ദൈവത്തെ പറ്റി അറിയാത്ത ഒരു വ്യക്തിയാണ് കൊർന്നേലിയസ്. ഹോളി സ്പിരിറ്റ് ഗോഡ് അന്ന് വസിക്കുന്നുണ്ടായിരുന്നില്ല കൊർന്നേലിയസിന്റെ ഉള്ളിൽ. എന്നിട്ടും കൂടെ ഒരു സ്റ്റാൻഡ് എടുത്ത് ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവമാണ് എന്റെ ജീവിതം എന്നൊരു സ്റ്റാൻഡ് എടുത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഹൃദയം
ദൈവം കാണുക തന്നെ ചെയ്യും അല്ലെ. ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കൊർന്നേലിയസിന്റെ ജീവിതത്തിൽ നിന്ന്. എങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാം എന്നുള്ളൊരു കാര്യം. അപ്പൊ ഒരു വലിയൊരു വർക്കാണ് ദൈവം കൊർന്നേലിയസിന് വേണ്ടി ചെയ്തെടുത്തത്. അപ്പൊ നമ്മളിലേക്കൊക്കെ അന്ന് പോളൊക്കെ ഉണ്ടായിരുന്നു. പോള് പ്രീച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡമാസ്കസിലൊക്കെ പ്രീച്ച് ഒക്കെ ചെയ്തു. പക്ഷെ അത് സിനഗോഗിലാണ് പ്രീച്ച് ചെയ്തത്. അപ്പൊ അതുവരെ ഇത്രയും ശക്തമായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് ജാതികളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഇതൊരു വലിയൊരു കൊർന്നേലിയസ് എന്നുള്ള ഒരു വ്യക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോറാണ് ശരിക്കും പറഞ്ഞാല്. അദ്ദേഹം ഒരു ഡോറ് പോലെ വർക്ക് ചെയ്യായിരുന്നു. ജാതികളുടെ ഇടയിലേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ചാനല് പോലെ അദ്ദേഹം വർക്ക് ചെയ്തു. അദ്ദേഹം പോലും അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാല്. അദ്ദേഹം എന്താണ് ചെയ്യുന്നുള്ള കാര്യം അദ്ദേഹത്തിന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം തന്റെ നിത്യജീവിതത്തിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. തന്റെ കയ്യിൽ പണമുണ്ട്, തനിക്ക് ശമ്പളമുണ്ട്, തനിക്ക് പദവിയുണ്ട് അല്ല, അതുള്ളത് കൊണ്ട് എന്താ പറയാ, താൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. അത് ചെറുതായിട്ട് ചെയ്ത ഒരു കാര്യം അല്ലെ, തന്റെ നിത്യജീവിതത്തിൽ താൻ ചെയ്യുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം കണ്ടുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ അതൊരു വലിയൊരു കാര്യമായിരുന്നു അല്ലെ. ദൈവം അത് ഉപയോഗിച്ചു. തന്റെ എന്താ പറയാ, ദൈവം അത് കണ്ടു, ദൈവം അത് മാനിച്ചു, ദൈവം അത് റെസ്പെക്ട് ചെയ്തു അല്ലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജാതികളുടെ ഇടയിലേക്ക് ഹോളി സ്പിരിറ്റിനെ ഗോഡിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനലായിട്ട് ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നമ്മള് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാത്ത കാര്യങ്ങൾ പോലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. നമ്മൾ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പോലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ദൈവം അത് കാണുന്നുണ്ട് അല്ലെ. നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കളങ്കമില്ലാതെ, നമ്മൾ സ്വാർത്ഥതയില്ലാതെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഓരോ കാര്യം അല്ലെ, ഓരോ നിമിഷവും ദൈവത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ദൈവം അത് മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവം നമ്മളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അവൻ നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകും അല്ലെ. അവനാൽ നമ്മൾ ഉപയോഗിക്കപ്പെടാത്ത വ്യക്തികളാണെങ്കിൽ, വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന വ്യക്തികളാണെങ്കിൽ, വെറുതെ എല്ലാ സ്ഥലത്തും ചർച്ചിലൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അതും കൊണ്ടൊക്കെ തീരുവാണ് നമ്മളുടെ ജീവിതത്തിന്റെ എന്താ പറയുക, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല നമ്മുടെ ജീവിതം കൊണ്ട്. യേശുക്രിസ്തുവിനാൽ ഉപയോഗിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിന് പ്രത്യേകിച്ച് എന്താ പറയാ പ്രയോജനമൊന്നുമില്ല അല്ലെ. യേശുക്രിസ്തുവിനാൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കണം. അത് വലിയ കാര്യത്തിലായിരിക്കും, ചെറിയ കാര്യത്തിലായിരിക്കും, എന്തിനാന്നും പറഞ്ഞാലും വേണ്ടില്ല. എത്രമാത്രം അതിന്റെ സൈസ് അനുസരിച്ചല്ല, ചെറുതാണെങ്കിൽ പോലും അല്ലെ, ചെറുതാണെങ്കിൽ പോലും നമ്മള് ഉപയോഗമുള്ളവരാണ് സ്വർഗത്തിന്റെ രാജ്യത്തിന്റെ. അങ്ങനെ വരുമ്പോ പ്രയോജനമുണ്ട് നമ്മുടെ ജീവൻ കൊണ്ട്, അല്ലെങ്കിൽ വേസ്റ്റ് ആകപ്പെട്ട ജീവിതമാണ്. അതാണ് എനിക്ക് പറയുന്നത്. നമ്മൾക്കും കൊർന്നേലിയസിനെ പോലെ ഒരു വ്യക്തിയാകാം അല്ലെ. ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടന്ന വ്യക്തി, ദൈവത്തെ ഇഷ്ടപ്പെട്ട വ്യക്തി അല്ലെ, ദൈവത്തിന്റെ മനസ്സറിഞ്ഞ വ്യക്തി, ദൈവത്തിനെ തനിക്ക് കിട്ടിയ ആ ഒരു വലിയൊരു ഒരു എന്താ പറയാ ഒരു നോളജ്, ആ ഒരു കൃപയെ തന്റെ ഉള്ളിൽ തന്നെ അടക്കി നിർത്താതെ തന്റെ കുടുംബത്തെയും തന്റെ കൂട്ടാളികളെയും കൂട്ടുകാരെയും എല്ലാം ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ കാണിച്ച ഒരു മഹാനായ ഒരു വ്യക്തി കൊർന്നേലിയസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാകാൻ നമ്മൾ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം തന്റെ പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി, തന്റെ കിങ്ഡത്തെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ആ ഗ്യാപ്പിൽ നിൽക്കുന്നതിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി ആൾക്കാരെ നോക്കും ദൈവം. അപ്പൊ അങ്ങനെ ദൈവത്തിന് ഉപകാരികളായ വ്യക്തികളാകാം അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പോകുന്ന പ്രാർത്ഥന. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. Thank you, Jesus, Master. Praise and worship you, mighty Father God. Thank you, Jesus, Master. Hallelujah, God Almighty. I praise you and worship you, Master God. കർത്താവ്, ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങേക്ക് ഉപകാരമുണ്ടാകട്ടെ കർത്താവേ. വെറുതെ തിന്നും കുടിച്ചും ജീവിച്ചു പോകുന്ന ഒരു ജീവിതമാകാതിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതം കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, അങ്ങയുടെ കയ്യിലെ കർത്താവെ ഉപകാരമുള്ള ഒരു ഉപകരണമായി തീരട്ടെ ഞങ്ങളുടെ ജീവിതം കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കുക മാത്രം ഞങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥമുള്ളൂ കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, താങ്ക് യു ജീസസ്. മാസ്റ്റർ കൊർന്നേലിയസിനെ പോലെ കർത്താവ് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി ആകട്ടെ ഞങ്ങൾ കർത്താവ്. ലോർഡ് ഫാദർ, സ്വാർത്ഥമോഹങ്ങളൊന്നുമില്ലാതെ. താങ്ക് യു ജീസസ്. മാസ്റ്റർ പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ. ഇത് കേട്ടിട്ട് ദൈവത്തിനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ.